പ്രതിപക്ഷത്തെ പ്രതിസന്ധിയിലാക്കി പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം വിഷയത്തിൽ CPI പരസ്യ പ്രതിഷേധം നടത്തുന്നതിൽ CPM-ന് കടുത്ത അതൃപ്തിയുണ്ട്. CPI തർക്കം രൂക്ഷമായതോടെ മുന്നണി യോഗം ചേരുന്നത് പോലും അനിശ്ചിതത്വത്തിലാണ്. സർക്കാരിനെതിരായ പ്രതിഷേധം ശക്തമാക്കേണ്ട സമയത്താണ് പ്രതിപക്ഷത്തെ ഈ പ്രതിസന്ധി നിലനിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുകയാണ്. എബി, CPM-ന് വലിയ വെല്ലുവിളികളാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ വലിയ പരാജയം. അതിനൊപ്പം പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലി മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന വിമർശനങ്ങൾ, തർക്കങ്ങൾ. എങ്ങനെയാണ് CPM കാര്യങ്ങൾ ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? ഒരു മുന്നണി യോഗം പോലും കാര്യമായി നടന്നിട്ടില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ഇതുവരെ. ഇത് പതിവില്ല ഇങ്ങനെ. മായ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CPM അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. CPI-യും അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. ഇരു പാർട്ടികളും തങ്ങൾ ഉന്നയിക്കുന്ന വാദങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള മെറിറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനു മുമ്പ് പ്രതിപക്ഷ ഉപനേതാവ് പദവി വഹിച്ചിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്നൊരു സമയം, അത് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നൊരു സമയം എന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തായിരുന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ഉപനേതാവായി സഭയിൽ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും ആ ഒരു വാദം തന്നെയാണ് പ്രധാനമായും CPM മുന്നോട്ട് വെക്കുന്നത്. കീഴ്വഴക്കമനുസരിച്ച് തങ്ങൾ തന്നെയാണ് ആ പദവി വഹിച്ചിരുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു കീഴ്വഴക്കമുള്ളപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് അതിനടിസ്ഥാനമില്ല എന്നതാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത്. എന്തായാലും നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ CPI-ക്ക് ഈ പദവി വേണമെന്നുള്ള ഒരാവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്ന നിലയാണുള്ളത്. ആ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള ഈ ആവശ്യങ്ങൾ മുന്നണി യോഗത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിനപ്പുറത്തേക്ക് പരസ്യമായി തന്നെ CPI ഈ കാര്യം ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തന്നെയാണ് നിലവിലെ അസ്വാരസ്യങ്ങൾക്ക് കാരണമായിട്ടുള്ളതും. ഈ പരസ്യമായി ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം അത് മുന്നണിയുടെ സംവിധാനത്തിന് ചേർന്നതല്ല. അവർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പക്ഷേ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് തന്നെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ആ നിലയ്ക്കൊരു കടുത്ത നിലപാട് CPM സ്വീകരിക്കുക അല്ലെങ്കിൽ പരസ്യമായി തന്നെ പറയുക എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ആദ്യമായി അങ്ങനെ ഉണ്ടായത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചോദിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് അനുനയത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, അത് സംസാരിച്ച് തീർക്കാൻ കഴിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ അല്പം കൂടി കടന്ന ശബ്ദത്തിൽ അത് അവരങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും CPM-ന്റെ നിലപാട് ഇത് തന്നെയാണ്. അതിലൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും കെ രാജനെ എബിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള തർക്കം പ്രതിപക്ഷത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.